അവരുടെ ജീവിതത്തിൽ അവർ സ്വീകരിച്ച നിലപാടുകൾ വരെ കൃത്യമായി അറിയണം. അങ്ങനെ വലിയ ഒരു ശാസ്ത്ര ശാഖ തന്നെ ഇസ്ലാമിക സമൂഹത്തിനുണ്ട്. അതുകൊണ്ട് കൃത്യമായ പരമ്പര വേണം. പക്ഷെ ഇവിടെ അങ്ങനല്ല. ചിലര് സ്വപ്നം കാണാം. ഇസ്ലാമിൽ ഒരു കാര്യം കൊണ്ടുവരണമെങ്കിൽ അല്ലെങ്കിൽ അത് ആധികാരികമാക്കി തീർക്കണമെങ്കിൽ സ്വപ്നം കാണുക. ഓരോരുത്തരും സ്വപ്നം കാണുക. ആ സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോന്ന് കൊണ്ടുവരിക. എന്നിട്ട് അത് സമൂഹത്തിന്റെ മേൽ ഏൽപ്പിക്കുക. ഓരോരുത്തരും വലിയ ആളായി ചിത്രീകരിക്കുക. അതുപോലെ തന്നെ ഇന്നയാള് പറഞ്ഞു, ഇന്നയാൾ ഈ വസ്തു ഇന്നയാൾക്ക് കൊടുക്കണമെന്ന് നബി പറഞ്ഞു എന്ന് സ്വപ്നത്തിൽ വന്ന് പറയുക. എന്നിട്ട് അതങ്ങ് സ്വീകരിക്കുന്ന ദുരവസ്ഥ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്. ദീനിന്റെ കാര്യത്തിൽ ഇതുള്ളൂ കേട്ടോ. ദുനിയാവിന്റെ കാര്യത്തിൽ പോലും ആരും സ്വപ്നം തെളിവാക്കൂല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ദുനിയാവിന്റെ കാര്യത്തിൽ ഒരാൾ സ്വപ്നം തെളിവാക്കുന്നത്? ഒരു ഉദാഹരണം പറഞ്ഞ്, ഞാൻ സ്വപ്നം കണ്ടു, അല്ലെങ്കിൽ ഒരാൾ സ്വപ്നം കണ്ടു, ഒരു മൂയാര് സ്വപ്നം കണ്ടു എന്ന് സങ്കല്പിക്കാം. എന്താ സ്വപ്നം കണ്ടത്? അപ്പുറത്തെ പറമ്പിയാൾ വിലക്ക് വാങ്ങി എന്നാണ് സ്വപ്നം കണ്ടത്. രാത്രി സ്വപ്നം കാണാം. രാവിലെ സുബഹിസ്കാരം കഴിഞ്ഞ് നേരെ മൂയിലാർ അപ്പുറത്തെ വീട്ടിൽ നിന്ന് പറയണ എല്ലാരും 10 മണിക്ക് മുമ്പ് ഇറങ്ങിത്തരേണ്ടതാണ്. കാരണം ഞാനിത് വിലക്ക് വാങ്ങിയിട്ടുണ്ട്. എന്തായിരുന്നല്ല വീട്ടുകാർ ഞെട്ടൂലേ? അല്ലാരും വിലക്ക് വാങ്ങാൻ വേറൊന്നും സംഭവിച്ചില്ലല്ലോ. അത് ഇന്നലെ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ ദുനിയാവിന്റെ കാര്യത്തിൽ എന്റെ സഹോദരങ്ങളെ സ്വീകരിക്കോ? ദുനിയാവിന്റെ കാര്യത്തിൽ ഒരാൾ സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം സ്വീകരിക്കുമോ? ഇല്ല. പിന്നെ ദീനിന്റെ കാര്യത്തിൽ സ്വീകരിക്കാൻ പറ്റുമോ? പറ്റില്ല. പക്ഷേ പലപ്പോഴും ചില ആളുകൾ മുടി കൊണ്ടുവരികയും ആ മുടിക്ക് ശ്രേഷ്ഠതയുണ്ട് എന്ന് വരുത്തുകയും ആ മുടി നീക്കം ചെയ്യുവാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തെന്നൊക്കെ കാണുന്നത് എങ്ങനെ? സ്വപ്നത്തിലൂടെ. അല്ല, സ്വപ്നം ഇവർ കണ്ടിട്ടില്ല. നേരെ മറിച്ച് സ്വപ്നം ഒരാൾ കണ്ടു, ആ സ്വപ്നത്തിൽ ഇയാൾ സാക്ഷ്യം വഹിച്ചു. അങ്ങനെയാണ് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ലോകത്ത് അങ്ങനെ സ്വപ്നത്തിന് സാക്ഷി? അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഒരാൾ കണ്ട സ്വപ്നത്തിന് വേറൊരാൾ സാക്ഷി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ ഇവിടെ സ്വപ്നത്തിന് പോലും സാക്ഷിയെ കൊണ്ടുവന്നിട്ടാണ് മുടി നീക്കം ചെയ്യുന്നത്. കേട്ടോളൂ നിങ്ങളത്. ഡൽഹിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആധാറുകൾ സൂക്ഷിച്ചു വരുന്ന ഷാജഹാൻ ചക്രവർത്തിയുടെ കാലം മുതലേ സൂക്ഷിച്ചു വരുന്ന പരമ്പരയിൽപ്പെട്ട സയ്യിദ് ബാഖിർ അഹമ്മദ് അവറുകളും ഈ സദസ്സിൽ പ്രത്യേകമായി ഹാജരായിട്ടുണ്ടെന്നും നേരത്തെ ഇവിടെ സയ്യിദ് ബറക്കാത്തി സയ്യിദന്മാര് മുഖേന ബഹുമാനപ്പെട്ട ശൈഖുന അവറുകൾക്ക് ലഭിച്ച മുടി ഇവിടെ സൂക്ഷിപ്പുണ്ടെന്നും അതിന്റെ പുറമെയാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ബഹുമാനപ്പെട്ട ഖസ്റജ് ഗോത്രത്തിൽപ്പെട്ട സഹാബത്ത് അൻസാരികളായ സഹാബത്തിന്റെ ഗോത്രപരമ്പരയിൽപ്പെട്ട UAE ഗവൺമെന്റിന്റെ ഔഖാഫിലെ മന്ത്രിയായിരുന്ന മഹാനവറുകളുടെ മകനാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. ആ മന്ത്രി സമാഹത്തിൽ ഇമാം മുഹമ്മദ് അൽ ഖസ്റജി അവരുടെ മകൻ അഹ്മദ് മുഹമ്മദ് അൽ ഖസ്റജി അവറുകളാണ് ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ഉസ്താദ് അവറുകളുടെ കയ്യിലേക്ക് കൈമാറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുമതി ലഭിക്കാത്തത് കൊണ്ടായിരുന്നു ഇതേവരെ ഈ മുടി ഉസ്താദ് അവറുടെ കയ്യിലേക്ക് കൈമാറാത്തതെന്നും ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുമതി സ്വപ്നത്തിലൂടെ ലഭിച്ചതിന്റെ പേരിലാണ് ഈ മുടി നിങ്ങൾക്ക് കൈമാറുന്നതെന്നും നേരത്തെ ഉസ്താദ് അവറുകളോട് ഷെയ്ഖ് അഹമ്മദ് അവറുകൾ പറയുമ്പോൾ ഞാനും സമീപത്തുണ്ടായിരുന്നു. കണ്ടോ, ഞാൻ സാക്ഷി. എന്തിനു? സ്വപ്നത്തിന് ഞാൻ സാക്ഷി. എങ്ങനെ സ്വപ്നത്തിന് സാക്ഷ്യം വഹിച്ചത്? കുറച്ചു നേരത്തെ ഉസ്താദ് അവറുകളോട് ഖസ്റജി അത് പറയുമ്പോൾ ഞാനും അവിടെ കേട്ടു നിന്നിരുന്നു. ഒരാള് സ്വപ്നം കണ്ടവരും മറ്റൊരാളോട് പറയുന്ന ഒരാൾ കേട്ടാൽ തന്നെ അയാൾ മനസ്സിൽ വെച്ചാൽ പോരെ? ആ നാട്ടുകാരോട് വിളിച്ചു പറയണോ? മൈക്കെട്ടി പ്രസംഗിക്കണോ? അപ്പൊ ഈ ആളുകൾ, അവിടെ കൂടി ആളുകളുടെ മുന്നിൽ ഈ സ്വപ്നകഥ പറയുന്നത് എന്തിനു വേണ്ടിയാണ്? മുടിക്ക് തെളിവുണ്ടാക്കുകയാണ്. മുടിക്ക് ആധികാരികത ഉണ്ടാക്കി. ഇത് വെറുതെ വന്ന മുടിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ വന്നിട്ട് അങ്ങനെ കൊടുക്കാൻ പറഞ്ഞ മുടിയാണ്. അതിന് സ്വപ്നത്തിന് വരെ സാക്ഷി നിർത്തിയിട്ട് മുസ്ലിം സമൂഹത്തെ വഞ്ചിക്കുവാൻ ശ്രമിക്കുകയാണ്. മാന്യ സഹോദരങ്ങളെ മനസ്സിലാക്കണം, ഇസ്ലാമിൽ പ്രവാചകന്മാരല്ലാത്ത ഒരാളുടെയും സ്വപ്നം തെളിവല്ല. നബിമാരല്ലാത്ത ഒരാൾ സ്വപ്നം കണ്ടിട്ടും കാര്യമില്ല. ഇസ്ലാം മതത്തിനൊരു ഹുക്മുണ്ടാക്കാനോ നിയമമുണ്ടാക്കുവാനോ അല്ലെങ്കിൽ അത് പ്രമാണമായി കൊണ്ടുവരുവാനോ അവകാശമില്ല, പാടില്ല. ദുനിയാവിന്റെ കാര്യത്തിൽ വരെ പറ്റൂല, പിന്നല്ലേ ദീനിന്റെ കാര്യത്തിൽ? ദുനിയാവിന്റെ കാര്യത്തിൽ വരെ സ്വപ്നം തെളിവല്ല, പിന്നല്ലേ ദീനിന്റെ കാര്യത്തിൽ? ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഒരു പക്ഷേ നമ്മളിത് പറഞ്ഞ അത് മുജാഹിദുകളുടെ മദ്ഹബാണ്, അത് മുജാഹിദുകളുടെ ഇസ്ലാമാണ്, നമ്മുടെ അല്ല എന്ന് ചിലർ പറഞ്ഞേക്കും. അതുകൊണ്ട് അതിന് സാധ്യത വേണ്ട. ആ ഒരു സാഹചര്യം വേണ്ട. ഒരു മുസ്ലിയാർ തന്നെ അതൊന്ന് പറഞ്ഞോട്ടെ. നമ്മൾ ഈ ലോകത്ത് ഒരു പക്ഷേ സുഖങ്ങൾ അനുഭവിക്കും, നല്ല നല്ല സ്വപ്നങ്ങളൊക്കെ അനുഭവിക്കും. സ്വപ്നമല്ല ഇസ്ലാം. സത്യമായ റൂട്ടിലൂടെ നീങ്ങിയാൽ കാണുന്ന സ്വപ്നങ്ങൾ ഒരു പക്ഷേ സത്യമായേക്കാം. സ്വപ്നങ്ങളിലൂടെയാണോ സത്യാസത്യ വേർതിരിക്കുന്നത്? അല്ല. സത്യമാണെന്നതിന് വേറെ തെളിവ് വേണം. എന്നിട്ട് സ്വപ്നം കാണട്ടെ. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. സ്വപ്നം വെച്ചിട്ട് കള്ളത്തരത്തെ സത്യമാക്കാൻ നാം നോക്കരുത്.
അതാണ് മുജാഹിദുകൾക്കും പറയാനുള്ളത്. സ്വപ്നം വെച്ചിട്ട് കള്ളത്തരത്തെ ശരിയാക്കാൻ ആരും ശ്രമിക്കരുത്. ഒരാൾ സ്വപ്നം കണ്ടോട്ടെ, പിന്നീട് അത് സംഭവിച്ചു കണ്ടാൽ നമുക്ക് പറയാം ആ സ്വപ്നം കണ്ട് ശരിയായി. ആ സ്വപ്നം കണ്ടത് പിന്നീട് സംഭവിച്ചു കണ്ടാൽ പിന്നെ നമുക്ക് പറയാം അന്ന് സ്വപ്നം കണ്ട് ശരിയായി. അല്ലാതെ ഒരാൾ സ്വപ്നം കണ്ടു അതിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാം മതത്തിലൊന്നും ഉണ്ടാക്കാനോ ദീനിലേക്കൊന്ന് ചേർക്കുവാനോ പാടുള്ളതല്ല. ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ എന്താ, ഇവിടെ ഒരു മുടിയാണ് പ്രശ്നം. ഇവിടെ ഒരു മുടിയല്ല, രണ്ട് മുടിയാണ്. രണ്ടും അല്ല, മൂന്നാണ് എന്നാണ്. കാര്യം ആദ്യം രണ്ട് മുടി, ഇപ്പോഴൊരു മുടി എന്നാണ്. ആദ്യത്തെ മുടി അത് ബറക്കാത്തി തങ്ങൾ തന്നതാണെന്ന, പക്ഷെ അതിന് ഇത്രയും വറക്കലുണ്ടായിട്ടില്ല, ഇത്രയും ബഹളമുണ്ടായിട്ടില്ല, ഇത്രയും ആഡംബരങ്ങളോ അതുപോലെ തന്നെ ഫ്ലെക്സുകളോ ബഹളങ്ങളോ ഉണ്ടാക്കിയിട്ടില്ല. കാര്യം എന്താ, അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. കാര്യം അതിന്റെ പരമ്പരയുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമാണ്. ആ മുടി ഇപ്പോഴും ഉണ്ട്. അത് നമ്മളൊരു കാര്യം അടിച്ചേൽപ്പിക്കേണ്ടതല്ല, മുസ്ലിയാർ തന്നെ ഒന്ന് പറഞ്ഞോട്ടെ. ഇതിനു മുമ്പ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മർക്കസിൽ അങ്ങനെ ഉള്ള ഒരു ഷഅർ മുബാറക്ക് നമുക്ക് സാദാത്തുക്കളിൽ നിന്ന് ലഭിച്ചത് നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടായിരിക്കും. അതിന്റെ സനദ് എന്റെ കൈവശം ഉണ്ട്, ഇവിടെ വെച്ചിട്ടും ഉണ്ട്. കണ്ടോ, അതിന്റെ സനദ് എന്റെ കൈവശം ഉണ്ട്, ഇവിടെ വെച്ചിട്ടും ഉണ്ട്. ഈ മുടി വന്ന അന്ന് മുതൽ മുജാഹിദികളല്ല ഇവരോട് സനദ് ചോദിച്ചത്. മുജാഹിദികളെ സംബന്ധിച്ചിടത്തോളം ഇവരോട് ചോദിക്കേണ്ട കാര്യമില്ല. അതിന് മുജാഹിദികൾക്ക് വേറെ കാരണങ്ങളുണ്ട്. അത് പിന്നീട് ഇൻഷാ അല്ലാഹ് വിശദീകരിച്ചു തരാം. മുജാഹിദികളല്ല ഇവരോട് ഇതിന്റെ സനദ്, ഇതിന്റെ പരമ്പര. ആർക്കാ കിട്ടിയത് ഈ മുടി? റസൂലുള്ളാഹിയിൽ നിന്ന് ആർക്കാ കിട്ടിയത്? ഏത് സഹാബിക്കാ കിട്ടിയത്? ആ സഹാബിയിൽ നിന്ന് പിന്നെ ആർക്കാ കിട്ടിയത്? അവിടെ മുതൽ ഇവിടം വരെ, ഈ കോഴിക്കോട് വരെ എത്തുന്ന ആ പരമ്പര, കൃത്യമായ പരമ്പര വേണം. ഇവിടുത്തെ സമസ്തക്കാർ തന്നെ ചോദിച്ചു നടന്നു. 1 വർഷമല്ല, 2 വർഷമല്ല, 3.5 കൊല്ലം. അഥവാ പുതിയ മുടി കിട്ടുന്നത് വരെ ഇത് വ്യക്തമായി വെളിപ്പെടുത്താൻ ഇവര് തയ്യാറായില്ല. അവസാനം 3.5 കൊല്ലം വരെ ഇതിന്റെ പുറകെ നടന്നു. അവസാനം 3.5 കൊല്ലം കഴിയുമ്പോ പിന്നീട് എല്ലാരും ഇട്ടുപോകില്ല. ഇതെന്താണ്? 2 മുടി കൊണ്ടൊന്ന് വെക്കുക, എന്നിട്ട് അതിന്റെ പേരിൽ ജനങ്ങളെ വഞ്ചിക്കുക, അതിന്റെ പരമ്പര ചോദിക്കുമ്പോ കൊടുക്കാതിരിക്കുക. അവസാനം ഇവര് തട്ടിക്കൂട്ടി ഒരു സനദ് ഉണ്ടാക്കി, ഒരു പരമ്പരയുണ്ടാക്കി. എന്നിട്ടൊരു സമ്മേളനത്തിൽ വെച്ചിട്ട് ഇവരത് വായിച്ചു കഴിഞ്ഞപ്പോൾ സമസ്തയിലെ മുസ്ലിയാക്കന്മാർ തന്നെ അതിന് പ്രതികരണം അറിയിച്ചു. കേട്ടോളൂ. അത് ഈ പറയുന്നയാളുടെ ഹുബ്ബുർ റസൂൽ ഇപ്പൊ പറഞ്ഞിട്ട് ഇപ്പൊ മിഞ്ഞാൽ നടന്ന സമ്മേളനത്തിൽ സനദ് ബറക്കാത്തിന്റെ ഭാഗത്ത് ആദ്യം കിട്ടിയ മുടിയുടെ സനദ് വായിച്ചു എന്ന് പറഞ്ഞു. അപ്പോ അല്ല, ഇയാൾ ഈ മറുപടി പറയുന്ന ഇയാൾ പ്രസംഗത്തെ ശരിയാക്കി തരാ, സനദ് ശരിയാക്കി തരാന്ന് പറയുന്നുണ്ട്. അപ്പൊ ശരിയാക്കിയ സനദായി വായിക്കണം. ഇപ്പോ ശരിയാക്കിയ സനദ് 3.5 കൊല്ലം എടുത്ത് ഒരു സനദ് ശരിയാക്കാൻ. ഇനി അടുത്ത സനദ് ശരിയാക്കാൻ, മറ്റേ അഹമ്മദിന്റെ സനദ് ശരിയാക്കാൻ എത്ര കൊല്ലം എടുക്കുവോ? ഇനി നിങ്ങളോട് സനദ് ചോദ്യം നിർത്തി. ഇനി വേണ്ട, നിങ്ങൾ സനദ് വേണ്ട, നിങ്ങൾ പറയാൻ പോകുന്ന എന്താന്ന് ഞങ്ങൾക്കറിയാം. കുന്ദറൂസുൽ ആലം, ഇബ്രാഹിം കുട്ടി, മമ്മുഞ്ഞി, സൂപ്പി, ആലി പോലീസ് വേണ്ട, സനദ് വേണ്ട. ഞങ്ങൾക്ക് മനസ്സിലായി ഈ സനദ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്. ഉണ്ടെങ്കിൽ ഈ സാധനം കയ്യിലുണ്ടെന്ന്, സാധനം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ എടുത്ത് പുറത്തുണ്ടാലോ. ഇല്ലാണ്ട് ഇത്രയും കാലം കളിപ്പിച്ച് എല്ലാം കഴിഞ്ഞ് മറുപടിയും പറഞ്ഞ് കുറെ നടന്നിട്ട് ഇല്ലാണ്ടായിട്ട് ഇനി ഉണ്ടാക്കി തരുന്ന സനദ് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. മാത്രമല്ല, ഇനി ആ സനദിനെ കുറിച്ചുള്ള ആ പറയുന്ന രീതിയിൽ ഇനി ആ സനദ് കൊണ്ടുവന്നിട്ടും കാര്യമില്ല. ഇനി പറയുന്ന സനദ് എങ്ങനെയായിരിക്കും ഞങ്ങൾക്കറിയാം. ഇനി വളരെ നിർബന്ധമാണ്, അങ്ങേയറ്റം ഉറപ്പുണ്ടെങ്കിൽ 1 പ്രാവശ്യം കൂടി ഞങ്ങൾ ക്ഷമിക്കാം. ഇനിയും ഒരു ചെറിയ ചാൻസ് തരാം. കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ആ സാധനം കൊണ്ടുവന്നാൽ പരിശോധിച്ചെന്താന്ന് വെച്ചാൽ പറഞ്ഞുതരാം. കണ്ടോ, സനദ് ചോദിക്കാൻ പോലുള്ള ആളുടെ അവസ്ഥയത് എന്ത് ഗതികേടായത്. ഇത് ആദ്യത്തെ 2 മുടിയുടെ കാര്യമാണ്. അവസാനം സനദ് വായിക്കുമ്പോ ഈ ജാതി സനദാണ്. എന്ത് ആലിപ്പോലീസ്, സുദ്രൂസുൽ ആലം, അതുപോലെ മമ്മൂഞ്ഞി, ഇങ്ങനെ ഈ രൂപത്തിലുള്ള സനദാണ് ഉള്ളത്. ഇനി അത് മാത്രല്ല, ഈ രൂപത്തിൽ ആദ്യത്തെ സനദ് മാറി. ആദ്യത്തെ 2 മുടിയുടെ കാര്യം. പിന്നെ അവശേഷിക്കുന്നത് 1 മുടിയാണ്. 3 മുടിയിൽ അവശേഷിക്കുന്ന 1 മുടി. ആ മുടി മറ്റു 2 മുടികളെ പോലെയല്ല. ആ മുടിയുടെ പ്രത്യേകത എന്താ? ഈ വന്ന 3ാമൻ എന്ന് പറഞ്ഞാൽ വില്ലനാണ്. 3ാമത്തെ മുടി വില്ലനാണ്. ആ 3ാമത്തെ മുടിയുടെ പ്രത്യേകത എന്താ? അതിന് സനദുണ്ട്. വെറുതെ മുടി മാത്രമല്ല വന്നത്, സനദുമായിട്ടാണ്, അഥവാ അതിന്റെ പരമ്പരയുമായിട്ടാണ് ആ മുടി വന്നത്. വെറും പരമ്പരയല്ല. ഇമാം ബുഖാരി ഒരു ഹദീസ് ഉദ്ധരിച്ചാൽ ആ ഹദീസിന് പരമ്പര കാണാം. നബിയിൽ നിന്ന് ആര് കേട്ടു, അയാളിൽ നിന്ന് ആര് കേട്ടു, അയാളിൽ നിന്ന് ആര് കേട്ടു, അങ്ങനെ വ്യക്തമായ സിഹത്തുള്ള ശരിയായ പരമ്പര ഉള്ളതുപോലെ
കൃത്യമായ പരമ്പരയും കൊണ്ടാണ് മൂന്നാമത്തെ മുടി വന്നത്. അതൊരു മുസ്ലിയാര് തൊള്ളകൊണ്ട് പറയും. നേരത്തെ ഉസ്താദിനോട് മഗ്രിബ് നിസ്കരിക്കുന്ന സമയത്ത് സ്വകാര്യം പറയുമ്പോൾ ഞാൻ സമീപത്തുണ്ടായിരുന്നു. സെനത് തരുമ്പോൾ നിങ്ങൾ ഒപ്പിട്ട് തരണമെന്നാണ് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞത്. മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. ആ കണ്ടതനുസരിച്ച് അവിടുത്തേക്ക് ഇത് കൈമാറാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതുവരെ തരാതിരുന്നത്. ഇപ്പോൾ ഞാൻ കൈമാറാൻ പോകുന്നു. അവിടുന്ന് പ്രസംഗിക്കുന്ന പ്രസംഗം വിവർത്തനം ചെയ്യാൻ എന്നോട് ഉസ്താദ് ആവശ്യപ്പെട്ടു. പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം വിവരം അങ്ങോട്ട് പറഞ്ഞു. ഞാനത് വിവർത്തനം ചെയ്തു. എല്ലാവരും കണ്ടു കേട്ടു. സെനത് വ്യക്തമായി ലക്ഷങ്ങളെ മുന്നിൽ വെച്ച് അതാ കൈമാറി ഒപ്പിട്ട് കൊടുത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യകേശം കൈമാറിയപ്പോൾ ഈമാനുള്ള ഒരൊറ്റ മനുഷ്യരും പിന്നെ അതാ സംശയമില്ല. കാരണം അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം 5 നേരം നിസ്കരിച്ചു എന്നതിന് തെളിവില്ലെന്ന് ചേകനൂര് പറഞ്ഞപ്പോ നമ്മൾ തെളിവ് പറഞ്ഞത് ബുഖാരിയിലെ സെനദുള്ള ഹദീസാണ്. സെനദ് കൊണ്ടല്ലേ കാര്യം സ്ഥിരപ്പെടുത്താറുള്ളത്. സെനദോടുകൂടി പരസ്യമായി ലോക പ്രശസ്ത പണ്ഡിതന്മാരെ മുന്നിൽ വെച്ച് ഇത് പരസ്യമായി കൈമാറിയപ്പോ മുസ്ലിങ്ങൾ സന്തോഷിച്ചു. ഞങ്ങളെ കേരള മണ്ണിന് അതാ ബറക്കത്ത് കിട്ടിയല്ലോ. ഞങ്ങളെ നേതാവിന്റെ തിരുകേശം ഒരു സംശയത്തിനും ഇടമില്ലാതെ രഹസ്യമായി മാത്രമല്ല പരസ്യമായി തന്നെ ലോകത്തുള്ള മുഴുവൻ ആലിമീങ്ങളുടെയും അംഗീകാരത്തോടെ ഈ കേരളത്തിൽ കിട്ടിയല്ലോ. അൽഹംദുലില്ലാഹ്, ഞങ്ങൾക്ക് പോയി ആ പുണ്യകേശം കാണാമല്ലോ. അതിട്ട വെള്ളം സഹാബത്ത് കുടിച്ചതുപോലെ കുടിക്കാമല്ലോ. എന്തെങ്കിലും സന്തോഷം കൊണ്ട് കണ്ണുനീരൊലിപ്പിക്കുമ്പോ അങ്ങനെ കണ്ണുനീരൊലിപ്പിച്ചവരെ മടങ്ങിപ്പോരുന്നു. ദിവസങ്ങൾ കുറച്ച് കഴിഞ്ഞു പോകുന്നു. ഇതാ ആ ഷഹർ മുബാറക്കിന്റെ പ്രചരണാർത്ഥം അതേ ഒരു ഡോക്യുമെന്ററി പുറത്തേക്ക് വിടുന്നു. ആ ഡോക്യുമെന്ററി ആളുകളുടെ കയ്യിലെത്തുന്നു. ആ സന്ദർഭത്തിൽ ആളുകൾ ആവേശത്തോടെ അതേ കണ്ണുനീരോടെ അതേ ഡോക്യുമെന്ററി ഒന്ന് കാണുകയാണ്. ആ വായിച്ച സനതൊന്നുകൂടി കേൾക്കാമല്ലോ, ആ സനതൊന്നുകൂടി ശ്രദ്ധിക്കാമല്ലോ. അങ്ങനെ അറബി വായിച്ച ആ സനത് ശ്രദ്ധിച്ചിങ്ങനെ കേൾക്കുമ്പോൾ അതേ മനസ്സിലാവുകയാണ് വായിച്ചത് സനതല്ല, നേരെ മറിച്ച് വാപ്പാന്റെ പേരാണ്. അത് പിന്നെ മനസ്സിലായത് ഇൻഷാ അല്ലാഹ് അത് കാണിച്ചു തരാം. എന്നാൽ ഇയാൾ പറഞ്ഞതോ പരമ്പര കൃത്യമായി, ഏതുപോലെ ബുഖാരിയുടെ ഹദീസിനെ പരമ്പരയുള്ളതുപോലെ. ചേകനൂർ മൗലവി നമസ്കാരം 3 വഖ്താണെന്ന് പറഞ്ഞപ്പോ ബുഖാരിയിലെ സനദുള്ള ഹദീസ് തെളിവ് പറഞ്ഞതുപോലെ ആ സനദോടുകൂടിയുള്ള മുടി വന്നു കിട്ടിയപ്പോൾ മുസ്ലിം ലോകം സന്തോഷിച്ചു എന്നാ പറഞ്ഞത്. മുടി കൊടുക്കുമ്പോഴും പറയുന്നത് അതിന്റെ സനത് വായിക്കാൻ പോവുകയാണെന്നാണ്. ഏതിന്റെ സനത്? മുടിയുടെ പരമ്പര വായിക്കാൻ പോവുകയാണെന്നാണ്. അതേ ഡോക്യുമെന്ററിയിൽ നിന്ന് കേട്ടോളൂ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യകേശം മഹാനായ ശൈഖ് അബൂബക്കറിലേക്ക് നീക്കം ചെയ്യുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ശൈഖ് സയ്യിദി മുഹമ്മദ് ഖാദി അവർകൾ അതിന്റെ സനത് പരസ്യമായി വായിച്ചുകൊണ്ടാണ് ഇവിടെ വെച്ച് ആ മുടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുടി ശൈഖ് അബൂബക്കർ അവരുടെ കയ്യിലേക്ക് ഞാൻ കൈമാറാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ സനത് പരസ്യമായി വായിച്ചുകൊണ്ടാണ് ഇവിടെ വെച്ച് ആ മുടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുടി ശൈഖ് അബൂബക്കർ അവരുടെ കയ്യിലേക്ക് ഞാൻ കൈമാറാൻ ഉദ്ദേശിക്കുന്നത്. കണ്ടോ, അതിന്റെ സനത് വായിച്ചുകൊണ്ടാണ് കൈമാറാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് സനത് വായിക്കുകയാണ്. ആ സനത് പരമ്പര, ആ പരമ്പര വായിക്കുകയാണ്. എന്താണ് ആ പരമ്പരയിലുള്ളത്? തുടക്കത്തിലൊരു വാചകമുണ്ട്, ഹാദാ സനദും മിന്നി അനൽ വാളിഹു സഹീഹി ഫീ ഖിതാമി. ഇത് എന്നിൽ നിന്നുള്ള സനദാണ്. ഈ ഒരു വാചകമല്ലാതെ അതിൽ സനദില്ല. നേരെ മറിച്ച് ഉള്ളതെന്താ? ഉള്ളത് ഈ കൊടുക്കുന്ന ആളുടെ വാപ്പാടെ പേരും വാപ്പാന്റെ വാപ്പാന്റെ പേരും വാപ്പാന്റെ വാപ്പാന്റെ പേരുമാണ്. ഏതുപോലെ ഞാൻ പറയാണ്, ഞാൻ എന്ന് പറഞ്ഞാൽ ഇന്ന വാപ്പാന്റെ മകനായ 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 അനസ് മൗലവി എന്ന് പറയേണ്ട എല്ലാവരും ഉണ്ടോ? എടാ അനസ് മൗലവി എന്ന് പറഞ്ഞാൽ മതി.
അതല്ലെങ്കിൽ അഹമ്മദ് അനസ് എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ അനസ് എന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഒരാളോട് പറയുമ്പോ. പക്ഷെ ഇവിടെ പറയുന്നത് എന്താ, ഇയാൾ മുടി കൊടുക്കാൻ, ഒരു ഹസ്റജി എന്ന് പറയുന്ന വ്യക്തി അതെ മുടി കൊടുക്കാൻ. അപ്പൊ അയാൾ പറയാണ് ഇന്നവാപ്പാന്റെ മകനായ ഇന്നവാപ്പാന്റെ മകനായ ഇന്നവാപ്പാന്റെ മകനായ ഇന്നവാപ്പാന്റെ മകനായ ഇന്നവാപ്പാന്റെ മകനായ ഇന്നവാപ്പാന്റെ മകനായ, അങ്ങനെ ഇടക്കങ്ങോട്ട് കുറച്ച് സിഫത്തൊക്കെ പറഞ്ഞ് നീട്ടും. അങ്ങനെ ഇന്നവാപ്പാന്റെ മകനായ ഇന്നവാപ്പാന്റെ മകനായ ഞാൻ ഈ മുടി അബൂബക്കർ മുസ്ലിയാർക്ക് കൊടുക്കാണ്. ഇത് സനദ, ഇതിന് നസബ എന്നാ പറയാ, കുടുംബ പരമ്പര. ഇതിന് കുടുംബ പരമ്പര എന്ന് പറയാം, അല്ലാതെ മുടി കിട്ടിയ പരമ്പരയല്ല. മുടി കിട്ടിയ പരമ്പരയല്ല. അറബിയിൽ ഒരു അറബിയെ കൊണ്ടുവന്ന് നിർത്തി വായിക്കുന്നത് നിങ്ങളൊന്ന് കേട്ടുന്നു. فهذا سند مني أنا الواضع صحيحي في ختامه ومقيد اسمي هنا لبيانه وإعلانه. الدكتور الشيخ أحمد ابن الجهبذ النحرير، عماد المحققين وفقيه المسلمين، مفتي المذهبين، العالم الجليل سيد الشيخ محمد بن سيدي الورع المدقق العلامة الشيخ أحمد ابن الإمام العالم العامل سيدي حسن ابن العلامة الجليل سيدي الشيخ محمد ابن العالم الجليل سيدي الشيخ علي. കണ്ടോ, ഇബ്നു ആലിമുൽ ജലീൽ ഇന്ന ഫുലാൻ, ഇബ്നു ആലിമുൽ ജലീൽ ഇന്ന ഫുലാൻ, ഇബ്നു അല്ലാമ അൽ ജലീൽ ഒരു ഫുലാൻ. ഇബ്നു എന്ന് പറഞ്ഞാൽ എന്താ, നാടമകൻ 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 നാടമകൻ, അങ്ങനെ പറയുന്നത്. എന്താ സനദ്? ബുഖാരി ഓതിയ ആളുകളില്ലേ, മുസ്ലിം ഓതിയ ആളുകളില്ലേ, ഹദീസ് കണ്ട ആളുകളില്ലേ, ഇങ്ങനെ സനദ് പറയല്? ഇതാണോ സനദ്? അല്ല, ഇത് സനദല്ല. നേരെ മറിച്ച് ഇവിടെ നടന്നതെന്താ? വഞ്ചന. സനദല്ല, വഞ്ചനയാണ് നടന്നത്. ഒരു അറബിയെ കൊണ്ട് നിർത്തിയാല്, അങ്ങനെ അറബി ഒരു പേപ്പറൊക്കെ പിടിച്ച് വായിച്ചാല് മുസ്ലിം സമുദായം വഞ്ചിക്കപ്പെടുമെന്ന് ഇവരാരും തെറ്റിദ്ധരിപ്പിച്ചതാണ്. ഇത് കേരളമാണ്, ഇവിടെ അറബി വന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഈ അറബിയെ കൊണ്ട് വന്ന് പണി നടത്താൻ ഇന്ന് തുടങ്ങിയതല്ല. ഇയാൾ മാത്രമല്ല, പലരും ശ്രമിച്ചിട്ടുണ്ട്, പല ആൾ ദൈവങ്ങളും ശ്രമിച്ചിട്ടുണ്ട് അറബിയെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് മുസ്ലിങ്ങളെ പറ്റിക്കാൻ. ഇത് കാന്തപുരം മുസ്ലിയാർക്ക് പുതിയ അടവായിരിക്കും, പക്ഷേ ഈ അടവ് പയറ്റിയ പല ആളുകളുമുണ്ട്. എത്രത്തോളം നിങ്ങൾ കണ്ടു നോക്കൂ. Amman, as she is having addressed by millions of her who want peace around the world, is a unique spiritual leader of India. I heard about her a long time ago, but this is I know that now when I see this is a great occasion of celebration for Amman's followers in Dubai. കണ്ടോ, ഇത് മുസ്ലിങ്ങളെ കബളിപ്പിക്കാൻ അമ്മ എറണാകുളത്ത് ഇറക്കിയ സീഡിയാണ്, അമ്മയുടെ ഡോക്യുമെന്ററി. അവിടെ ഉണ്ട് അറബി. അറബികൾ മൊത്തത്തിൽ നല്ല മനുഷ്യരാണ് അറബികൾ മൊത്തത്തിൽ. പക്ഷെ ഇടയ്ക്കൊരു കാട്ടറബി ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരുത്തരെ പിടിച്ചോണ്ട് വന്ന് അവനെ കൊണ്ടൊരു ഉദ്ധരണി വായിപ്പിച്ചാൽ, അറബിയിൽ 2 വാചകം വായിപ്പിച്ചാൽ അത് മുസ്ലിങ്ങൾ സ്വീകരിക്കുമെന്ന് അമ്മ തെറ്റിദ്ധരിച്ചു. അവരെ കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലിച്ചിട്ട് ആ സീഡി പിടിച്ചുകൊണ്ടുവന്ന മുസ്ലിം സമൂഹത്തിനിടയിൽ പ്രചരിപ്പിച്ചാൽ അറബികൾ ചെല്ലുന്നു, അറബികൾ എന്നെ കെട്ടിപ്പിടിക്കുന്നു, പിന്നെന്താ മലയാളികളായ നിങ്ങൾക്ക് എന്ന് അമ്മ ചോദിച്ചു.
പക്ഷെ മുസ്ലിം സമുദായം സ്വീകരിക്കുമോ അത്? ഇല്ല. ഇതുപോലെ കാന്തപുരം മൂല്യർ ഒരു അറബിയെ കൊണ്ടുവന്നിട്ട് ഒരു ബുക്കും കൈ പിടിപ്പിച്ചിട്ട് അല്ലെങ്കിൽ ഒരു പേപ്പറും കൈ പിടിപ്പിച്ചിട്ട് സനദാണെന്ന് പറഞ്ഞ് നസബ വായിപ്പിച്ചാൽ, കുടുംബ പരമ്പര വായിപ്പിച്ചാൽ മുസ്ലിം സമൂഹം സ്വീകരിക്കുമെന്ന് വിചാരിച്ചോ? അതിന് മുസ്ലിം സമൂഹം, കേരളത്തിലെ മുസ്ലിം സമൂഹം വിവരമില്ലാത്തവരാകണം, ബോധമില്ലാത്തവരാകണം. പിടിച്ചു ഇത് കൈയോടെ. കാന്തപുരത്തിന്റെ ഈ തട്ടിപ്പ്, പേരോട് മുസ്ലിയാരെ പോലുള്ള ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ തട്ടിപ്പ് കൈയോടെ പിടിച്ചു. എവിടെ സനദ് എന്ന് പറഞ്ഞിട്ട്? സനദ് എവിടെ? എവിടെ സനദ്? പരമ്പരയില്ലല്ലോ, പരമ്പരയല്ലല്ലോ ഉള്ളത്, കുടുംബ പരമ്പരയാണല്ലോ. വാപ്പാന്റെ പേര് വായിക്കാനാണോ പറഞ്ഞത് മുസ്ലിം സമൂഹം? കൊടുത്ത മൂല്യാരുടെ അല്ലെങ്കിൽ കൊടുത്ത വ്യക്തിയുടെ വാപ്പുപ്പാന്റെ പേര് പറഞ്ഞത് കൊണ്ട് സനദാകുമോ? ചോദിച്ചപ്പോൾ മറുപടി, എല്ലാത്തിനും മറുപടിയാണ്. മറുപടി ഇല്ലാതെ ഒന്നുമില്ല. മറുപടി എന്താ? രസ, ബഹുരസം. അതെന്താ? ഇയാള് പറയാണ് സനദ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? എത്ര ജാതി സനദുണ്ട്? നമ്മൾ സാധാരണക്കാർക്ക് വേണ്ടി പറയാ, നമ്മളൊരാള്, ഒരു കുട്ടി ഒരു കോളേജിൽ ചേർന്നു വിചാരിക്കാം, LLBക്ക് ചേർന്നു അല്ലെങ്കിൽ MBBSന് ചേർന്നു, പഠിച്ച് പാസ്സായ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും, യൂണിവേഴ്സിറ്റിയിൽ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും, അല്ലെങ്കിൽ കോളേജിൽ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. ഏതൊരു കോഴ്സിൽ ചേർന്നാലും ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. ഇതുപോലെ അറബിക് കോളേജിൽ ഒരാൾ പോയി പഠിച്ചാൽ 5 കൊല്ലം കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടുന്ന് ജയിച്ച് പാസ്സായി വരുന്ന ആൾക്ക് ഇവിടെ പഠിച്ച ആളാണെന്ന നിലയ്ക്ക് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. അറബിക് കോളേജിൽ നിന്ന് കൊടുക്കുന്ന ഈ സർട്ടിഫിക്കറ്റിന് സനദ് എന്നാ സാധാരണ പറയാറ്. സനദ് എന്നാ പറയാം. ഇയാള് പോയിട്ട് എവിടെ നിന്നൊക്കെയോ കുറെ അറബിക് കോളേജിൽ കുറെ സർട്ടിഫിക്കറ്റ് വാരിക്കൊണ്ട് വന്നിട്ട് പറയാ, കണ്ടോ വെല്ലൂരത്തെ സനദ്, കണ്ടോ ബാക്കിയാത്തിലെ സനദ് എന്ന് പറഞ്ഞിട്ട് അത് സ്ക്രീനിൽ കാണിച്ചിട്ട് അയാൾ പ്രസംഗിക്കുന്നതാണ്. സനദ് എന്താണെന്ന് അയാൾ പഠിപ്പിക്കണം. കേട്ടോളൂ. ഞാൻ സനദുകൾ വായിക്കാൻ പോവാണ്. നിങ്ങൾ എന്തേ സനദ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയത്? സനദ് എന്നത് റിവായത്തിന്റെ റിജാലിന് സനദ് എന്ന് പറയൂ. എന്നാ അതിന് മാത്രമേ സനദ് എന്ന് പറയൂ? അതിന് മാത്രമേ സനദ് എന്ന് പറയൂ? നിങ്ങൾ ഏത് സനദായി ഇതുവരെ വാങ്ങിയത്? കേട്ടോ, പഠിച്ചോ. ഇതേതാ സനദ്? ഇത് ദയൂബന്ദ് എന്ന് കൊടുക്കുന്ന സനദ്. അതേ സനദുൽ ഫറാഖിലി ദൗറത്തി തഫ്സീർ സനദാണിത്. ശരിക്ക് കേട്ടോ. ഇതിലെന്താ പറയുന്നത്? വൽ ആന ലിമാ തലബ അല്ലെങ്കിൽ ലമ്മാ തലബ മിന്നൽ ഇജാസത അജസ്നാഹു വകതബ്നാ ലഹു ഹാദിഹിൽ